ഒന്നൊഴിയാതെ രാജ്യം മുഴുവനും രാഹുലിൻ്റെ അപക്വമായ നിലപാടിനെതിരെ അതിശക്തമായി പ്രതിഷേധിച്ചു. ഇപ്പോഴിതാ ബിട്ടുവും സിഖ് വംശജനാണ് ബിട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹവും സിഖുകാരും ആ വംശത്തിൽപ്പെട്ടവരും രാഹുലിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ ഒന്നടങ്കം പറയുന്നു, ഇന്ദിരാവധത്തെ തുടർന്ന് നടന്ന സിഖ് വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ ആ പാരമ്പര്യം രാഹുലിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഇപ്പോഴത് 2 തലമുറ പിന്നിട്ട് രാഹുലിലെത്തിയിരിക്കുന്നു. അതായത് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ഇന്ദിര വധിക്കപ്പെട്ട ഉടൻ തന്നെ രാജീവിനെ പ്രധാനമന്ത്രിയാക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. അങ്ങനെ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത രാജീവ് ഗാന്ധി സിഖുകാർക്കെതിരെ നടന്ന ആ കൂട്ടക്കുരുതി തടയാൻ ലവലേശം ശ്രമിച്ചില്ല. ആ സിഖ് വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ്സുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് രാജീവ് സ്വീകരിച്ചത്.